Assalamu alaikum. How are you, dears? Are you fine and safe there? We can start the class with the dua. Are you ready? Okay. Rabbi yassir wala tu'assir wa tammim bil khair wa bika nasta'inu ya fattahu rabbi zidni ilma rabbi zidni ilma rabbi zidni ilma. Do you remember what we studied in the last class? Yes, we studied chapter 6, A Visit to the South. അല്ലേ? അപ്പോൾ അതിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞത്? Can you say? We talk about coastal plains and island. In that we studied coastal plains. അല്ലേ? Coastal plains എത്ര തരം coastal plains ഉണ്ട്? There are two types of coastal plains. They are eastern coastal plain and western coastal plains. Okay. Today we can study about island. Did you hear about island? Some. Then what are island? A piece of land surrounded by water on all sides is known as island. എന്താണ്? A piece of land. A piece of land surrounded by എന്തുകൊണ്ടാണ് ചുറ്റപ്പെട്ടിരിക്കുന്നത്? Surrounded by water on all sides. അതായത് ചുറ്റും 4 സൈഡിലും എന്താണ്? വാട്ടർ കൊണ്ട് മൂടിയിരിക്കുന്ന തീരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐലൻഡ് എന്ന് വിളിക്കുന്നത്. എ പീസ് ഓഫ് ലാൻഡ് സറൗണ്ടഡ് ബൈ വാട്ടർ ഓൺ ഓൾ സൈഡ്സ് ഈസ് നോൺ ആസ് ഐലൻഡ്. ഇൻ ഇന്ത്യ there are two main groups of island. They are, first one is Andaman and Nicobar Island. Andaman and Nicobar Island. Island എന്ന് പറഞ്ഞാൽ എന്താണ്? A piece of land surrounded by water on all sides is known as island. And in India there are two main types of island. They are, first one is Andaman and Nicobar Island and second one is Lakshadweep Island. എന്താണ്? ലക്ഷദ്വീപ് ഐലൻഡ്. അപ്പോൾ ഇന്ത്യയുടെ 2 ഐലൻഡ് കൂട്ടങ്ങളാണ് ഇത്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡും ദെൻ ലക്ഷദ്വീപ് ഐലൻഡും. ഇനി ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? യെസ്, ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ബേ ഓഫ് ബംഗാൾ. ബംഗാൾ ഉൾക്കടലിലാണ് എന്ത്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് കാണപ്പെടുന്നത്. ആൻഡ് ദെയർ ആർ മോർ ദാൻ 572 ഐലൻഡ് ഗ്രൂപ്പ്സ് ആർ ദെയർ. എത്ര ഐലൻഡുകൾ ചേർന്നാണ് അവിടെ ആ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് രൂപപ്പെട്ടിരിക്കുന്നത്? മോർ ദാൻ 572 ഐലൻഡ്. 572 ഐലൻഡ് ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ഫോം ചെയ്തിരിക്കുന്നത്. അതിൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിൻ്റെ നോർത്ത് പാർട്ടിനെ എന്ത് വിളിക്കുന്നു? ഗ്രേറ്റർ ആൻഡമാൻ. എന്താണ്? ഗ്രേറ്റർ ആൻഡമാൻ എന്നും സദേൺ പാർട്ട്, അതിൻ്റെ തെക്ക് ഭാഗത്തിന് എന്ത് വിളിക്കുന്നു? നിക്കോബാർ ഐലൻഡ് എന്നും അറിയപ്പെടുന്നു. അപ്പം എന്താണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്? എത്ര ഗ്രൂപ്പുകളുണ്ട് അവിടെ? 572. മോർ ദാൻ 572 ഐലൻഡ് ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ഫോം ചെയ്തിരിക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് ഇൻ ബേ ഓഫ് ബംഗാൾ. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ബേ ഓഫ് ബംഗാൾ. ഓക്കെ. Then another point is, do you hear about Kalapani? A famous cellular jail popularly known as Kalapani is situated in Port Blair. Where is Port Blair? Port Blair is the capital of Andaman and Nicobar Island. Andaman Nicobar Island capital ആണ് എന്ത്? പോർട്ട് ബ്ലെയർ എന്നറിയപ്പെടുന്നു. എന്താണ് അറിയപ്പെടുന്നത്? പോർട്ട് ബ്ലെയർ എന്ന് അറിയപ്പെടുന്നു. ഇപ്പം ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിൻ്റെ ക്യാപിറ്റലാണ് എന്ത്? പോർട്ട് ബ്ലെയർ. അവിടെയാണ് എന്ത് സിറ്റുവേറ്റ് ചെയ്യുന്നത്? സെല്ലുലാർ ജയിലായ കാലാപാനി. ഇത് പണി കഴിപ്പിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ഇറ്റ് ഈസ് നൗ യൂസ്ഡ് ആസ് എ മ്യൂസിയം. എന്താണ്? ഇറ്റ് ഈസ് നൗ എ ടൂറിസ്റ്റ് പ്ലേസ്. ഇറ്റ് ഈസ് നൗ യൂസ്ഡ് ആസ് എ ടൂറിസ്റ്റ് പ്ലേസ്. ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് എനി ലോങ്ങർ. അത് ജയിലായിട്ട് കുറേ നാൾ ഉപയോഗിച്ചില്ല. ബ്രിട്ടീഷുകാരാണ് അത് നിർമ്മിച്ചത്. അപ്പോൾ പോർട്ട് ബ്ലെയർ, കാലാപാനി ഈസ് സിറ്റുവേറ്റഡ് ഇൻ പോർട്ട് ബ്ലെയർ. ഓക്കെ. ദെൻ ലക്ഷദ്വീപ് ഐലൻഡ്. ലക്ഷദ്വീപ് ഐലൻഡിൽ എത്ര ഐലൻഡ് ഉണ്ട്?
there are a group of 36 islands in the Arabian Sea form the Lakshadweep Island. It is situated in അറേബ്യൻ സീ, അതായത് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത്, നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്താണ് എന്തുള്ളത്, അറേബ്യൻ സീ. അവിടെയാണ് ഏത് ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്, ലക്ഷദ്വീപ് ഐലൻഡ്. അപ്പോൾ ബേ ഓഫ് ബംഗാൾ, ബംഗാൾ ഉൾക്കടലിലാണ് ഏത് ഐലൻഡ് ഉള്ളത്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. ഓക്കെ, then these islands are close to the Malabar coast and are rich in coral deposit. അതായത് പവിഴപ്പുറ്റുകൾ കൊണ്ട് നിറഞ്ഞതാണ് എന്ത്, ലക്ഷദ്വീപ് ഐലൻഡ്. ഓക്കെ, then island എല്ലാവർക്കും മനസ്സിലായല്ലോ. വാട്ട് ഈസ് ഐലൻഡ്? A piece of land surrounded by water on all sides is known as island, and there are two main groups of island. What are they? Yes, Andaman and Nicobar Island and then Lakshadweep Island. Andaman and Nicobar Island is situated in Bay of Bengal, and Lakshadweep Island is situated in Arabian Sea. Okay, the life in the southern plateau. ഇനി സദേൺ പ്ലാറ്റു നമ്മൾ പഠിച്ചു, അവിടുത്തെ ലൈഫ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ലൈഫ് ഇൻ ദ സദേൺ പ്ലാറ്റു. ഫസ്റ്റ് വൺ ഈസ് ക്ലൈമറ്റ്. അപ്പം എന്താണ്, ഇറ്റ് ഈസ് വെരി ഹോട്ട് ഇൻ southern plateau. Southern plateau is very hot. Summer begin March and continue till June. അതായത് ജൂൺ മുതൽ, മാർച്ച് മുതൽ it is very hot ആണ് അവിടെ. It is very hot and summer start. Summer എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? summer start in March till June. ജൂൺ വരെ സമ്മർ ആണ്. Then what is next? The temperature goes, that time temperature goes above 40 degrees Celsius. Then the monsoon begin in June and continue till October. അപ്പോൾ മൺസൂൺ എപ്പോഴാണ് തുടങ്ങുന്നത്? മൺസൂൺ സ്റ്റാർട്ട് ഇൻ ജൂൺ ടിൽ ഒക്ടോബർ. ഒക്ടോബർ വരെ എന്താണ്, മൺസൂൺ ടൈമാണ്. ഓക്കെ, then winter begin November and continue till February. Winter മുതൽ winter start from November to February. Okay, in the winters temperature at some places goes below 10 degrees Celsius. അപ്പം ഹോട്ട് ആണെങ്കിൽ എത്ര ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട്? 40 ഡിഗ്രി സെൽഷ്യസ് മറികടക്കാറുണ്ട്. വിൻ്റർ ആണെങ്കിലോ ബിലോ 10 ഡിഗ്രി സെൽഷ്യസും ആവാറുണ്ട്. അപ്പോൾ അതാണ് അവിടുത്തെ ക്ലൈമറ്റ്. ഓക്കെ, ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഹോട്ടാണ്. സമ്മർ സ്റ്റാർട്ട് ഫ്രം March till June and monsoon start from June to October and winter begins. Winter എപ്പോഴാണ് തുടങ്ങുന്നത്? Winter from November to February. Okay, all of you read the textbook very well. Okay, then people, അവിടുത്തെ ജനങ്ങൾ എങ്ങനെയുള്ളതാണ്? People living in the different states of southern plateau speak different language. They speak. Kannada and Tulu are spoken in Karnataka. കർണാടകയിലെ ഏതൊക്കെ ലാംഗ്വേജ് ആണ്? കന്നഡ ആൻഡ് തുളു. ആൻഡ് തെലുഗു ആൻഡ് ഉറുദു ആർ സ്പോക്കൺ ഇൻ തെലങ്കാന. അപ്പോൾ അവിടുത്തെ പീപ്പിൾ ദേ സ്പീക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. കന്നഡ ആൻഡ് തുളു ആർ സ്പീക്ക് ഇൻ കർണാടക. കർണാടകയിലുള്ള ജനങ്ങൾ ഏതൊക്കെ ലാംഗ്വേജസ് സ്പീക്ക് ചെയ്യുന്നത്? കർണാടക, കന്നഡ ആൻഡ് തുളു. തെലങ്കാനയിലോ തെലങ്കാന, ഉറുദു ആൻഡ് തെലുഗു ആൻഡ് ഉറുദു. ഓക്കെ, അപ്പം പീപ്പിൾ ഇൻ ദ സദേൺ plateau speak different languages. In Karnataka they speak Kannada and Tulu, and Telangana they speak Telugu and Urdu. Okay, then vegetation. The forest in the southern plateau mainly consists of oak, sandalwood, മഹുവ ആൻഡ് ബാംബൂ ട്രീസ്. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഫോറസ്റ്റിൽ ഏതൊക്കെയാണ്? ഓക്ക് മരങ്ങൾ, ദെൻ സാൻഡൽവുഡ്, ബാംബൂ ട്രീസ് എക്സെട്ര ഗ്രോ ഇൻ അബണ്ടൻ്റ്ലി. ദെൻ ക്രോപ്സ് ലൈക്ക് ജോവർ, ബജ്ര, കോട്ടൺ, ഷുഗർ കെയിൻ, റൈസ്, ഗ്രേപ്സ് ആൻഡ് സ്പൈസസ് ആർ ഗ്രോൺ ഹിയർ ഇൻ അബണ്ടൻസ്. ഓക്കെ, ദെൻ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. എന്തൊക്കെയാണ്
വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ദ മുതുമലൈ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ദെൻ കൻഹ നാഷണൽ പാർക്ക് ആൻഡ് അണ്ണാമലൈ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആർ സം ഓഫ് ദ ഫേമസ് സാങ്ച്വറീസ് ആൻഡ് നാഷണൽ പാർക്സ് ഇൻ ദ സദേൺ പ്ലാറ്റു. അപ്പം സദേൺ പ്ലാറ്റുവിലുള്ള ഫേമസ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഏതൊക്കെയാണ്? മുതുമലൈ വൈൽഡ് ലൈഫ് സാങ്ച്വറി, റിമെമ്പർ മുതുമലൈ wildlife sanctuaries. Mudumalai wildlife sanctuary. Mudumalai wildlife sanctuary. And then Kanha National Park. Kanha National Park. Then Annamalai Wildlife Sanctuary. Annamalai Wildlife Sanctuary are the famous wildlife sanctuaries of the southern plateau. Okay. So, we studied island. What is called island? A piece of land surrounded by water on all sides is known as island. There are mainly two types of island. What are they? Andaman Nicobar Island and Lakshadweep Island. Andaman Nicobar Island situated in Bay of Bengal and the Lakshadweep is in Arabian Sea. Okay. Then their life എങ്ങനെയായിരുന്നു? Climate പഠിച്ചു, then people, then vegetation and wildlife sanctuaries. Okay, all of you read the textbook well and very carefully you read and understand. I will give the notes in your WhatsApp. Okay, inshallah we can meet in the next class. Assalamu alaikum.